ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റമളാൻ ഡേ മൈ ലൈഫ് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് 4:30 അലാറം അടിഞ്ഞു, രണ്ടെണ്ണം ഓഫാക്കി, മൂന്നാമത്തേന് എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകുകയാണ്. മുഖം കഴുകണ ആ ഒരു സമയത്താണ് മൂക്കിൻ്റെ അവിടെ നിന്ന് വല്ലാത്തൊരു വേദന കേട്ടോ. എന്താ സംഭവം എന്ന് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ചൂടുകൊണ്ട് കുറച്ച് കുരു വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു 3-4 കുരു മൂക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞി കുരു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേദനയാണ്, ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ. മുഖമൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ വേദന ആവുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുകയാണ് എത്രത്തോളം വേദന ഉണ്ട് എന്നുള്ളത്. എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെ വേദനകളൊക്കെ വന്നാലുണ്ടല്ലോ, അത് എവിടുന്നാന്നും എന്താ സംഭവം എന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു ഒരു സമാധാനം ഉണ്ടാവില്ല കേസ്. അങ്ങനെ അത് കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ചു. നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാണ് കേസ്. അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എപ്പോഴും ചോറാണ് കഴിക്കാറ് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും അപൂർവമായിട്ടാണ് നമ്മൾ ബിരിയാണി അതേപോലെ പത്തിരിയൊക്കെ കഴിക്കാട്ടോ. അത്താഴത്തിന് എന്തായാലും ചോറാണ് കൂടുതലും കഴിക്കാറുള്ളത്. അങ്ങനെ ചോറെടുക്കാൻ വേണ്ടി പോണ സമയത്താണ് കേസ് കണ്ടത്, കൈയിൻ്റെ മുകളിൽ ഫുള്ള് കൊതുക് കടിച്ചിട്ട് തിണർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊതുകുണ്ട് റൂമിൽ, എല്ലാത്തിനെയും തുരത്തി ഓടിപ്പിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ വിളമ്പി, പിന്നെ അയലക്കറി ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങ അരച്ച അയലക്കറിയും പിന്നെ അച്ചാറും. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പുലർച്ചയ്ക്ക് ചോറുന്നുമ്പോൾ അച്ചാർ കിട്ടിയ സന്തോഷം. അച്ചാറും കൂടി ഉണ്ടെങ്കിൽ സുഖമാണ് കഴിക്കാൻ. എനിക്ക് നാരങ്ങ അച്ചാർ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേങ്കിൽ അത്താഴത്തിന് എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും ഒരു അച്ചാർ ഇങ്ങനെ തൊട്ട് നക്കെ എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ, ചോറ് മാത്രമായിട്ട് പോകില്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറും കൂടി ഇട്ടിട്ട് ഒരു ഇതാക്കിയിട്ട് ഞാനും കൂടെ കഴിക്കും. പിന്നെ ആണെങ്കിൽ പൊലച്ചൊക്കെ എണീച്ചിട്ട് ഉറക്കത്തിലല്ലേ എണീക്കണത്. അപ്പോൾ ആ ഒരു സമയത്ത് ചോറ് തിന്നാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ കൂടുതൽ ആൾക്കാർ ചോറ് തിന്നാറില്ല എന്നാണ് തോന്നുന്നത്. ഞാനും മാത്രമായിട്ട് മിക്കവാറും ചോറ് തിന്നാം. അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ചോറ് ഇങ്ങനെ എന്താ പറയുക, കെട്ടി നിൽക്കണ പോലെ തോന്നും കേട്ടോ. അങ്ങോട്ട് പോണില്ലായിരുന്നു, ഇങ്ങനെ വെള്ളം കുടിച്ച് അങ്ങോട്ട് ഇറക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി നേരമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും 5 മണിയായി. പിന്നെ 5:12 8 അങ്ങനെയാണ് ബാങ്ക്. അപ്പോൾ അപ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ കുടിക്കാതിരിച്ചു. എന്താ വെച്ചാൽ വെള്ളം എനിക്ക് എന്താ പറയുക, കുടി കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വെള്ളം കുടിക്കാണ്ടിരുന്നാൽ എവിടുന്നാന്നില്ലാണ്ട് ഓരോ വേദനയാണ് കേസ്, യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വെള്ളം കുടിച്ചിട്ടാട്ടോ അത്താഴത്തിന് നോമ്പെടുക്കാറുള്ളത്. എത്രത്തോളം വെള്ളം കുടിക്കാനോ അത്രത്തോളം വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ മറിയും, അത് വേറെ കാര്യം. അപ്പോൾ കുറച്ച് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെയും കുറച്ചുകൂടിയൊക്കെ വെള്ളം കുടിക്കും. പിന്നെ ചോറ് ഇതാ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചു ഗൈസ്. ചോറ് നമ്മളെ എന്താ പറയുക, പീടികത്തെ അരിയാണ് ഗൈസ്, റേഷൻ അരിയല്ല, അപ്പോൾ കേടാവില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് സമയം വന്ന് നോക്കുമ്പോഴത്തേക്കും 5 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കുടിക്കാൻ വിചാരിച്ചു. ഞാൻ നോമ്പെടുക്കുന്ന സമയത്ത് കഴിയണത് 4 5 6 വലിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കുടിച്ചിട്ടാണ് നോമ്പെടുക്കാറുള്ളത്. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ പണി കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കാനും അതേപോലെ കുറച്ച് ഖുറാനൊക്കെ ഓതി, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് കിടന്നുറങ്ങാം. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കിടന്നുറങ്ങിയിട്ട് വരാം ഗൈസ്, രാവിലെ കാണാം. അങ്ങനെ ഇതാ രാവിലെ ഉറങ്ങി എണീറ്റ് നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല കേട്ടോ, എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതാ മോന് ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഞാനാണെങ്കിൽ ഓനെ കളിപ്പിക്കുമ്പോൾ ഓന് വേഗം എടുക്കാനുള്ള ഒരു ഇതിൽ എടുക്കും മേമ എന്നുള്ളതിലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് പല്ലേ കയറിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മേമ ഇപ്പോൾ വരാതെ പറഞ്ഞിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ സൂര്യനൊക്കെ ഒന്ന് പറയുക ഉദിച്ചുറ്റിയിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉപ്പത അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം പോയി പല്ലൊക്കെ തേച്ച് മുഖം കഴുകി. അപ്പോൾ വീണ്ടും ഒന്ന് തൊട്ട് നോക്കണം കേട്ടോ, മൂക്കിൻ്റെ അവിടെയുള്ള വേദന മാറിയോ കുരു പോയോ എന്നുള്ളത്. നോക്കിയപ്പോൾ കുരു അവിടെ തന്നെ ഉണ്ട്, വേദന അവിടെ തന്നെ ഉണ്ട്. സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ദായാനും വന്നിട്ട് എന്തോ പരാതി പറയാണ് കേസ്. പുറത്തേക്ക് വിടാത്തതിൻ്റെ പരാതി കേട്ടോ പറയണത്. മീമ എന്നെ വിടുന്നില്ല മീമ, ഷമ്മിക്കില്ല മീമ, ഇങ്ങനെയല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ഓൻ അതാണ് പറയുന്നത്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അത് കണ്ടപ്പം ഞാൻ പോവാന്ന് പറഞ്ഞു പോവാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അയാൻ ഇത്താത്തൻ്റെ മോനാണോന്ന്. എൻ്റെ മോൻ തന്നെയാണ്, പക്ഷെ ഞാൻ പ്രസവിച്ചതല്ലാതെ ഉള്ളൂ, ഇത്താത്തൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടായിരുന്നു. നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ല കേസ്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും അയാനും ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേസ്, കഥയൊക്കെ പറയണം. ഇടയ്ക്കിടയ്ക്ക് അയാനും വീഡിയോനൊക്കെ എന്താ പറയുക വന്നിട്ട് വർത്തമാനം പറയാനൊക്കെ നല്ല മൂഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഓന് തീരെ മൂടുണ്ടാവില്ല. ആ മൂഡിൽ ഇല്ലാത്ത സമയത്ത് ഞാൻ ഓനെ പിടിച്ചു വലിക്കുമ്പോൾ ഓൻ എന്നെ എന്താ പറയുക ഇടങ്ങേറാക്കിയിട്ട് ഓനങ്ങ് പോകും കേട്ടോ. പിന്നെ ഓനിത് അവിടെ കിടക്കുകയാണ് ഉപ്പാൻ്റെ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവൻ വലിയ പരിപാടിയിലാണ് കേസ്. എന്താ വെച്ചാൽ പെണ്ണ് വെച്ചിട്ട് ചുമരുമ്മൽ വരച്ചിടണം. പറഞ്ഞിട്ട് കാര്യമില്ല, ഓനല്ലേ ഇവിടെ വരക്കാറുള്ളൂ, ഓനങ്ങോട്ട് വരക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ. പിന്നെ അസുറൊക്കെ ആയപ്പോൾ നമ്മൾ നോമ്പ് തരേണ്ട പരിപാടികളൊക്കെ തുടങ്ങി.
പക്ഷേങ്കിൽ ആ സമയത്ത് എനിക്ക് മറന്നു പോയിട്ടോ നമ്മൾ ഡേ മൈ ലൈഫ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഷോർട്സിലേക്ക് അങ്ങനെ എടുത്ത വീഡിയോ, അത് ഞാൻ ഇങ്ങോട്ട് തല തിരിച്ചിട്ട് ഇടുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഴം നിറച്ചതും അതേപോലെ ചിക്കൻ റോളും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചു. പിന്നെ എല്ലാം നോമ്പറൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാനത് പറയാനുണ്ട്. പക്ഷേ ഞാനത് ഷോർട്സിലുള്ള വീഡിയോ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കാം, പെട്ടെന്ന് നോമ്പ് തലേ കയറിയാണ് ഗൈസ്. അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് മക്കളപ്പുറമൊക്കെ കുറേ നേരം കളിച്ച് ഞാനൊക്കെ എന്തൊക്കെയോ സൊറയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉസ്മാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉസ്മാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഉസ്മാൻ വന്നു. അങ്ങനെ ഉസ്മാൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ നമ്മളും ഭക്ഷണം കഴിച്ചു. പിന്നെന്താ അത്ര തന്നെ ഉള്ളൂ. പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് റമദാൻ ഡേ മൈ ലൈഫ്. വലുതായിട്ടൊന്നുമില്ല ഗൈസ്. ഇതൊക്കെ തന്നെയാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ഉസ്മാൻ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു. നല്ല ക്ഷീണമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഒക്കെ ഇങ്ങനെ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.